ജിമ്മുകളിൽ ഇങ്ങനെ ഒരു മെഷീൻ നിങ്ങൾ കണ്ടു കാണും. ചില ആളുകൾ ഇതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടു കാണും, ചില ആളുകൾ ഇതിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതും നിങ്ങൾ കണ്ടു കാണും. ഇത് ഏതൊക്കെ മസിൽ ഗ്രൂപ്പിനാണെന്നും ഈ മെഷീന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, കിടന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ് ഷോൾഡർ ഹൊറിസോണ്ടൽ അഡക്ഷനും എൽബോ എക്സ്റ്റൻഷനുമാണ്. ഈ ഒരു മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട വർക്കിംഗ് മസിൽ എന്ന് പറയുന്നത് ചെസ്റ്റ് മസിലാണ്, അല്ലെങ്കിൽ പെക്ടോറാലിസ് മേജർ എന്ന് പറയും. എന്നാൽ ഇരുന്നുകൊണ്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രധാന മൂവ്മെന്റ് എന്ന് പറയുന്നത് ഷോൾഡർ അബ്ഡക്ഷനും അതുപോലെ എൽബോ എക്സ്റ്റൻഷനുമാണ്. സോ ഈ മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട വർക്കിംഗ് മസിൽ എന്ന് പറയുന്നത് ഡെൽറ്റോയിഡ് മസിലാണ്, എസ്പെഷ്യലി ഫ്രണ്ട് ആൻഡ് മിഡിൽ ഡെൽറ്റോയിഡ്. ഇനി ഈ മെഷീൻ എല്ലാം വിട്ടേക്കും, ബിഗിനേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഈ രണ്ട് കൈകൾ ഹൊറിസോണ്ടലി ബോഡിയോട് അടുപ്പിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് ചെസ്റ്റ് ആയിരിക്കും. എന്നാൽ നമ്മളുടെ ഈ രണ്ട് കൈകൾ വെർട്ടിക്കലി നമ്മളുടെ ബോഡിയോട് അടുപ്പിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് ഡെൽറ്റോയിഡ് ആയിരിക്കും. ഇപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലായി കാണുമല്ലോ, ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോഴും കിടന്നുകൊണ്ട് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് രണ്ടും മസിൽ വർക്ക് ചെയ്യുന്നതെന്ന്. ഇനി ചെസ്റ്റ് മസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബെഞ്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഇടേണ്ടത്. അതുപോലെ പിടിക്കുന്ന ഹാൻഡിൽ ഏറ്റവും താഴെ ഇടുക, അതായത് ഏറ്റവും താഴത്തെ ഹോളിലോ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഹോളിലോ ആണ് ഇടേണ്ടത്. ഇനി ഷോൾഡറിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സീറ്റ് ഇതുപോലെ വെർട്ടിക്കലി ഇടുക. ഹാൻഡിൽ ഗ്രിപ്പ് മുകളിൽ നിന്നും ആദ്യത്തെ ഹോളിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഹോളിലോ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്, ഇതിൽ പുള്ളി ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും ആക്കാം. അതുപോലെ തന്നെയാണ് സീറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്, ഇതും വലിച്ചു പിടിച്ചുകൊണ്ട് മുകളിലേക്കോ താഴേക്കോ നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ജിമ്മിൽ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഇതുപോലെ ഫ്രീ വെയ്റ്റ്സ് കൺട്രോൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ ശകലം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഈ മെഷീൻസിൽ ആദ്യമൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു ബേസിക് സ്ട്രെങ്ത് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രീ വെയ്റ്റ്സിലോട്ട് കയറുന്നതായിരിക്കും നല്ലത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.